ദുബായിൽ പ്രോപ്പർട്ടീസ് വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് ഡിസിഷൻ എടുക്കണം എന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ ആൾക്കാർ തെറ്റായ ഒരു ഡിസിഷനിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഏത് തരം പ്രോപ്പർട്ടി ആണെന്നുള്ളത് ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യണം. നമ്മുടെ ബഡ്ജറ്റ് ഫിക്സ് ചെയ്യണം. ഒരു ബയറെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ട് കഴിഞ്ഞു. അപ്പോൾ ഏർലി ഫേസ് എന്ന് പറയുന്നത് പ്രീ ലോഞ്ച് ആണ്. പ്രീ ലോഞ്ച് എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മൾ കൊടുക്കുന്നതാണ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും, EOI എന്ന് പറയും. EOI കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഡെവലപ്പറിൽ നമ്മളെ ഇൻട്രസ്റ്റ് കാണിക്കുന്നതാണ്. നാളെ ലോഞ്ച് ഡേയിൽ നമ്മൾ ഏർലി EOI കൊടുത്ത ഒരാളാകുമ്പോൾ നമുക്ക് നല്ല യൂണിറ്റ്, നല്ല വ്യൂ, നല്ല ലൊക്കേഷൻ എല്ലാം നോക്കി നമുക്ക് നല്ലൊരു യൂണിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ലെറ്റ്സ് നമുക്ക് യൂണിറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആ EOI ക്യാൻസൽ ചെയ്യാം, റീഫണ്ട് ആവും പൈസ. അപ്പോൾ നമ്മളത് എത്ര ഫാസ്റ്റായിട്ട് കൊടുക്കുന്നു അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് നല്ല യൂണിറ്റ് കിട്ടാനുള്ള സാധ്യത കിട്ടും. ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് നല്ല യൂണിറ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ EOI തരണം അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് തരണം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുന്നൊന്നും നഷ്ടമൊന്നുമില്ല. കാരണം അത് റീഫണ്ടബിൾ ആണ്. എപ്പോൾ വേണം റീഫണ്ട് ചെയ്യാം, ഇന്ന് കൊടുത്ത് നാളെ റീഫണ്ട് ചെയ്യാം. അപ്പോൾ കൊടുത്തു വെച്ചാൽ നല്ല യൂണിറ്റ് എടുക്കാം, കൊടുത്തില്ലെങ്കിൽ നല്ല യൂണിറ്റ് കിട്ടില്ല. ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ കൊടുക്കുന്നത് EOI ആണെന്ന് കൺഫേം ചെയ്യുക. ബുക്കിംഗ് എമൗണ്ട് ആയിട്ട് കൊടുക്കരുത്. ഇത് EOI ആണ് കൺഫേം ആയി കഴിഞ്ഞാൽ നമുക്ക് ആ എമൗണ്ട് കൊടുക്കുന്നുണ്ട്, നഷ്ടമില്ല. അത് ഏത് സമയത്ത് റീഫണ്ട് ചെയ്യാം. അത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ്സേ ഉള്ളൂ. കാരണം നമുക്ക് നല്ല യൂണിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും.